എൻ്റെ സിനിമാ ജീവിതം പ്ലാൻ ചെയ്തു ഒന്നും വന്നതല്ല. എൻ്റെ വാപ്പ ആനന്ദ്, JR ആനന്ദ്, നീലക്കുയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ആദ്യമായിട്ട് പി ഭാസ്കര മാസ്റ്റർ സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ വാപ്പാൻ്റെ ആദ്യത്തെ പടം. അപ്പോൾ വാപ്പാൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഷൂട്ടിങ്ങൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകാൻ നേരത്ത് പെട്ടെന്ന് ഒരു ബേബി ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് തുടക്കം. വാപ്പാടെ ഭയങ്കര പെറ്റാണ് ഞാൻ. എപ്പോഴും വാപ്പയുടെ കൂടെ ഷൂട്ടിങ്, രാത്രി ഉറങ്ങുന്ന മുതൽ എല്ലാം വാപ്പ തന്നെ, വാപ്പൻ്റെ കൂടെ ആണ് ഞാൻ. അപ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ, ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഇപ്പോൾ സ്കൂൾ അവധി സമയത്തൊക്കെ എന്നെ കൊണ്ടുപോകും, ഞാനും പോവും കൂടെ. അപ്പോഴായിരുന്നു മദ്രാസിലായിരുന്നു അവർക്ക് മറ്റൊരു സീത എന്ന് പറഞ്ഞ പടത്തിൽ കമലഹാസൻ സാർ അഭിനയിച്ച പടമാണത്. അപ്പോൾ അത് സെയിം ഭാസ്കര മാസ്റ്റർ തന്നെയായിരുന്നു ഡയറക്ഷൻ. അപ്പോൾ പെട്ടെന്ന് ഗോപികുമാർ സാർ, ചന്ദ്രകുമാർ സാറിൻ്റെ ബ്രദർ ഗോപികുമാർ സാർ ആ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു അനീത്തിയുടെ ക്യാരക്ടറുണ്ട്, അത് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അഭിനയിപ്പിക്കാൻ മോളെ ഒന്ന്, അപ്പോൾ പറഞ്ഞു അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവൾ ഇതുവരെയും അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല, മോന് അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചു, അത് ഞങ്ങൾ നോക്കിക്കോളാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഗോപികുമാർ സാർ എനിക്ക് കുറച്ച് പ്രാക്ടീസൊന്നും അങ്ങനെ ഒന്നുമില്ല, വെറുതെ വലിയ പറയത്തക്ക ഒന്നുമില്ല, ഒരു അനീതിയുടെ ഒരു ചെറിയൊരു കുട്ടിയായിട്ട് വേണം, അതിന് എന്നെ യൂസ് ചെയ്തോടെ, നല്ലാണ്ട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നും പറഞ്ഞിട്ട് വന്നതല്ല. അപ്പോഴൊക്കെ അതിനുശേഷം ഒരു അച്ഛനും ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതായത് നായികയും കൂടുതൽ ഫിലിംസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അനീതിയായിട്ടും മറ്റേ ഒരു മെയിൻ ചെറിയ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് അഭിനയിക്കാൻ വന്നിട്ട് കുറച്ച് അവസരങ്ങൾ കൂടുതൽ കിട്ടി. ഈ ചെറിയ ക്യാരക്ടേഴ്സിൽ ഇപ്പോൾ ശശി സാറിൻ്റെ പടം കൂടുതൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ചക്കര ഉമ്മ, അതിരാത്രം, അക്ഷരങ്ങൾ, എല്ലാം ഈ അനീതിയുടെ ഒരു തടാകം, അങ്ങനെ കുറേ ഫിലിംസ് ചെയ്തു. അപ്പോഴേ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അഭിനയിക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ അപ്പോൾ ഉണ്ടായിരുന്നു. അഭിനയിക്കണമെന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നല്ലാണ്ട് ഇതിലിങ്ങനെ കണ്ടിന്യൂ ആകുമെന്നുള്ളത് അപ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ചെയ്യുന്നവരേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ മാരേജ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ കെട്ടിച്ചു കൊടുത്തയക്കണമെന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു വാപ്പാക്ക്. പിന്നെ അത് കണ്ടിന്യൂ ആയി, അത്രേ ഉള്ളൂ. ലൈഫിൽ അത് അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ആകുന്നു. ഫാമിലി മിസ് ചെയ്ത ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛന് സുഖമില്ലാത്ത സമയങ്ങളിലൊക്കെ അമ്മ ഷൂട്ടിങ്ങിന് വരുമായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാണ്ടിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വീട് എപ്പോഴും നിറയെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മൂഡിയായിട്ടുണ്ടാവില്ല, എല്ലാം ഭയങ്കര ജോളിയാണ്. അപ്പോൾ വീട് മിസ് ചെയ്യുന്ന ആ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആ ചെറുപ്പത്തിൽ. പിന്നെ ഇപ്പോൾ അത് പ്രൊഫഷനായത്, ജോലിക്ക് പോകണം, ഇപ്പോൾ ഒരു ഓഫീസിൽ പോണ പോലെയാണ്. ഇത് ജോലിക്ക് ഈ സമയം, പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി. അന്നൊക്കെ ഫാമിലി കുറച്ച് മിസ് ചെയ്തിരുന്നു ഞാൻ. എനിക്ക് മലയാളത്തിൽ പറയാൻ ആണെങ്കിൽ എനിക്ക് കാണാമറയത്ത് ചെറിയൊരു ക്യാരക്ടറായിരുന്നു. മമ്മൂക്ക എൻ്റെ ചെറിയച്ഛൻ്റെ ക്യാരക്ടറായിരുന്നു. ബട്ട് അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോഴും 2-3 ദിവസം മുന്നേയും TV യിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് ചില സീൻസൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നും. അന്നത്തെ അത് ചെറുപ്രായത്തിൽ നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ, അതുപോലെ. അതേമാതിരി അടൂർ സാറിൻ്റെ വിധേയൻ, ആ പടം എനിക്ക് കാണുമ്പോൾ എനിക്ക് ഒരു താല്പര്യം, ഒരു ഫുൾഫിൽനെസ് എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഒരു താല്പര്യമുണ്ട്. ആ പടങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ഒരു നല്ലൊരു ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. അടൂർ സാർ പെട്ടെന്ന് ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ആരെങ്കിലും
കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഇന്ന ആളാണ് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കുറച്ച് 2 ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തുകയും ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. സാറ് വന്നു, വളരെ ഒരു സിമ്പിൾ മാനായിരുന്നു. അന്നേരം വന്നു ചെറിയ ചെറിയ ഒരു സജഷൻസ് ഒക്കെ തന്നു. ഇങ്ങനെ ഒരു ഇതുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞു. അതെനിക്കെന്തോ പെട്ടെന്ന് എന്തോ ഒന്ന് സ്വപ്നം പോലെയായിരുന്നു. വന്നിട്ട് ഇങ്ങനെ കഥ ഒന്നും, അത് ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല. അതൊന്നും അത് എന്താ പറയുക, ഒന്നും പറയണ്ട എന്ന് വെച്ചാൽ സാറിന്റെ പടത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ തന്നെ ഇന്ന് എത്രയോ ആൾക്കാർ കൊതിക്കുന്നു. എനിക്കത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ക്യാരക്ടറാണ്. ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു, ചെയ്തു. ആ സമയത്ത് അവിടെ പോയപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഏതായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ലായിരുന്നു, വളരെ കൂളായിട്ടാണ് സാറ് പറഞ്ഞതും ചെയ്തതും ഒക്കെ. അത് ചെയ്തിട്ടും എനിക്ക് വന്നിട്ട് ഒരു നല്ല ഒരു ഇത് മലയാളത്തിൽ എനിക്ക് അംഗീകാരം മലയാളത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് സത്യം. എന്നുവെച്ചാൽ അത് ചെയ്തു, എനിക്ക് നല്ല ഒരു ക്യാരക്ടർ തരുന്ന ക്യാരക്ടർ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റേജിന് ശേഷം ഞാൻ അഭിനയിച്ച എനിക്ക് വളരെ ഇൻവോൾവ്മെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ആരും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അതൊക്കെ ചെയ്തതിന് ശേഷവും എനിക്ക് വന്നിട്ട് ഒരു നല്ലൊരു ബ്രേക്ക് മലയാളത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അതൊരു ചെറിയൊരു വിഷമം ഉണ്ട്. സാറിന്റെ പടങ്ങളിലെല്ലാം എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ടോ, വിളിക്കും, ആ കൊച്ചിനെ വിളിച്ചേ എന്ന് പറയും. അതേപോലെ സാർ എനിക്കൊരു ഫാമിലി കയറിയ പോലെയാണ്. ഇപ്പൊ സാറിന്റെ യൂണിറ്റിൽ പോയാൽ എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാം സെയിം അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻസ്, ക്യാമറമാൻ, എല്ലാവരും നമുക്ക് പോയാൽ തന്നെ ഒരു ഫാമിലിയിൽ പോയ പോലെയാണ് എനിക്ക്. പക്ഷെ ഞാനിപ്പോഴും മലയാളത്തിനെ സ്നേഹിക്കുന്നു. അങ്ങനത്തെ അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മൾ മലയാളീസിനെ ആരെങ്കിലും കണ്ടാൽ തന്നെ എനിക്ക് വളരെ താല്പര്യവും ഒരു സ്വന്തം വീട്ടിൽ പോയ പോലൊക്കെ തന്നെ തോന്നുന്നത്. പക്ഷെ മലയാളം ഇപ്പൊ സാറിന്റെ പടങ്ങളിൽ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതല്ലാണ്ട് ഒരു വേറെ അടുത്ത ഒരു സ്റ്റേജിൽ നമ്മൾ പോകാൻ എനിക്കിഞ്ഞും കഴിഞ്ഞിട്ടില്ല. അഫ്കോഴ്സ് നിറയെ ഇപ്പൊ സാറ് അക്ഷരങ്ങൾ, തടാകം, അതിരാത്രം, ആ പടത്തിന്റെ ഷൂട്ടിങ്ങിന് വെച്ചിട്ടാണ് എന്നെ വന്നിട്ട് അതിരാത്രം ആ പടത്തിന്റെ ഷൂട്ടിങ്ങിന് വെച്ചിട്ടാണ് ഉണരു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തത്. അപ്പോൾ സാറ് തന്നെ അതിലൊരു നല്ലൊരു റോളായിരുന്നു എനിക്ക്. ഒരു മുസ്ലിം പെൺകുട്ടീൻ്റെ ഒരു റോളാണ്. ഒരു സോങ് എനിക്ക് തന്നിരുന്നു. അതിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ആ സോങ്ങിൽ ഞാൻ വളരെ നല്ല എനിക്ക് ഒരു ഇത് കിട്ടി. അപ്പോൾ സാറ് തന്നെ സാറിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പീറ്റർ ഞാറക്കൽ, അന്നത്തെ മാനേജർ ഷൺമുഖണ്ണൻ, അവരൊക്കെ വന്നിട്ട് വളരെ ഹെൽപ്പായിരുന്നു എനിക്ക്. ഒരു നല്ല കൊച്ചെ നല്ല ഒരു ഇത് ജിയോ മൂവീസിൽ ഒരു നല്ല ഒരു ക്യാരക്ടറിന് മോളെ തിരയുന്നുണ്ട്, ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പോഴും എനിക്കിത് നല്ല ഒരു എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ ഈ കുട്ടി ചെറിയ ക്യാരക്ടറല്ലേ, അപ്പൊ ഇതും ഒരു വലിയ ക്യാരക്ടറാണെന്നുള്ള ഒരു വിചാരത്തിലല്ല ഞാൻ പോയി അവിടെ 2-3 ഷോർട്സ് ഒക്കെ മണി രത്നം സാറായിരുന്നു എടുത്തു. ഓക്കെ ചെയ്തപ്പോഴും എല്ലാവരും പറയുന്നു ലാലുവേട്ടൻ അപ്പൊ അപ്കമിങ് നിറയെ ആട്ടകലാശം ഒക്കെ പടം റിലീസായി നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ തമിഴിൽ ഇവിടെ മദ്രാസിൽ ഇരുന്ന കാരണം കൊണ്ട് ഞാൻ കൂടുതൽ മലയാളത്തിൽ അവിടെ ആയിരുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ലാലുവേട്ടന്റെ പേരായിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും വളരെ. അപ്പൊ എനിക്ക് ലാലുവേട്ടൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഫെമിലിയർ ആണ് എന്നുള്ള ഒരു ഇല്ല. പിന്നെ അവിടെ പോയപ്പോഴെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. തമിഴില് എനിക്ക് എന്റേതായിട്ടുള്ള എനിക്കിപ്പോ എന്താ പറയാ ഒരു ക്യാരക്ടർ വരെയാണെങ്കിൽ അത് എന്നെയായിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. ഒരു ദുഃഖപുത്രി എന്ന് പറയുന്നവർ എന്തെങ്കിലും അത് മലയാളത്തിലുണ്ട് ആ ഒരു പേര്. അത് വരെയാണെങ്കിൽ സവിതനെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അത് കഴിഞ്ഞെന്ന് വെച്ചാൽ
ഒരിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു കഥ പറയുമ്പോൾ തന്നെ വേറെ ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞായിരുന്നു, സബിത ഇങ്ങനെ എന്നോട് ഒരു ഡയറക്ടർ കഥ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതായത് ഒരു വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പെണ്ണായിട്ടാണ് നമ്മൾ സബിത ഉണ്ടല്ലോ, സബിതാനന്ദ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അവർ അങ്ങനെ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഡിഫറെന്റ് അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താ വെച്ചാൽ എല്ലാം വന്നിട്ട് വളരെ ഇവിടെ പിന്നെ പറയണ്ട, ഇവിടെ പിന്നെ ഒരു ടിപ്പിക്കൽ ഒരു സ്റ്റീരിയോ ടൈപ്പാണ് എല്ലാം നമ്മൾ ഒന്ന് ചെയ്താൽ പിന്നെ അതേപോലെ ആയിരിക്കും. പിന്നെ മലയാളത്തിൽ പിന്നെയും വേണ്ടി, മലയാളത്തിൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടറും ചെയ്ത് പിന്നെ മുത്തോട് മുത്ത് കുറച്ച് വലിയ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് ഒന്ന് ചെയ്തത്. പിന്നെ എൻ്റെ കളിത്തോഴൻ മണിസാറിൻ്റെ പടം, മണിസാറിൻ്റെ പടത്തിലും നല്ല ഒരു മോഡേൺ ക്യാരക്ടറായിരുന്നു. അപ്പൊ അവിടെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ആദ്യത്തെ സ്റ്റേജിലൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ എന്നെ എല്ലാവർക്കും അറിയാം, സബിത എന്ന് പറയണത് പെട്ടെന്ന് ഇവിടെ തമിഴില്, മലയാളത്തിൽ അതല്ല, എല്ലാം സബിത എല്ലാരും വിളിക്കും. പക്ഷെ തമിഴിൽ എവിടെയാ അയ്യോ രാസമാവ അല്ലെങ്കിൽ എസ്തറ അല്ലെങ്കിൽ മേരിയ അങ്ങനെ വിളിക്കുമ്പോൾ എന്റെ പേര് അയ്യോ ആ പടത്തിൽ നിങ്ങൾ അഭിനയിച്ചായിരുന്നു, ആ പടം ആ ക്യാരക്ടറായിട്ട് ഞങ്ങൾ വിളിക്കാനുള്ളൂ. ഇപ്പോഴും എന്റെ ഓട്ടോയിൽ വെച്ചിരിക്കുന്ന പേര് എസ്തറാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ആരാധന കൂടുതലാണല്ലോ. തമിഴിനെ സംബന്ധിച്ചിടത്തോളം ഒരു പടം നമ്മൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന റോള് അനുസരിച്ചിരിക്കും. ഞാൻ വളരെ പാവപ്പെട്ട റോളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എവിടെ പോയാലും അയ്യോ ചിലപ്പോൾ ഞാൻ കുറച്ച് മരിക്കുന്ന സീനൊക്കെ ആണെങ്കിൽ അവിടെ എൻ്റെ തലഭാഗത്ത് ഇരുന്നിട്ട് അവരെ കരയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒറിജിനലായിട്ട് കരയൊക്കെ ചെയ്യും. ഇനി അപ്പോൾ ഡയറക്ടേഴ്സ് അപ്പടിയെല്ലാം ഒന്നുമില്ല, ഇത് സീനാണ്, അഭിനയമാണ് എന്നൊക്കെ പറയും. അയ്യോ പാവം എപ്പോൾ നോക്കിയാലും ഈ കുട്ടിക്ക് ഇതാണല്ലോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ. എന്നെ പേഴ്സണലായിട്ട് എൻ്റെ കുടുംബത്തിലും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലും എന്നെ അറിയപ്പെടുന്നത് വന്നിട്ട് നീ എങ്ങനെ ഇതൊക്കെ ഈ ദുഃഖപുത്രിയുടെ ക്യാരക്ടറൊക്കെ നീ എങ്ങനെയാ ചെയ്യണത്, എന്താ ചെയ്യണത് എന്നൊക്കെ, അത് നിന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാം. എന്താ വെച്ചാൽ എപ്പോൾ നോക്കിയാലും ഞാൻ വീട്ടിൽ ഞാൻ ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ച് എന്തെങ്കിലും കോമഡി പറയിക്കണം, എന്തെങ്കിലും ചിരിച്ചുകൊണ്ടേയിരിക്കും ആൾക്കാർ. വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സും അത് തന്നെ. എങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന്, എനിക്ക് അവിടെ പോയിട്ട് ഈ മുഖം എങ്ങനെ മാറ്റാൻ പറ്റുന്നെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പടങ്ങളിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറും എൻ്റെ സ്വയം ക്യാരക്ടറിനും ഒരു സംബന്ധവും ഇല്ല. എനിക്ക് വളരെ വന്നിട്ട് എനിക്കതിൽ ഞാൻ അതാ ഓർക്കുക. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ വീട്ടിലുള്ളവരൊക്കെ വളരെ എൻ്റെ ചേച്ചിമാർ ചോദിക്കാറുണ്ട് എന്നോട്, എൻ്റെ മാമ എല്ലാവരും ചോദിക്കും നിന്നെ എങ്ങനെ ഇതിൽ പോയി കരയാനും പിടിക്കാനും ഒക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷെ എനിക്കത് ക്യാമറാന്റെ മുന്നിൽ അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് ആരും ശ്രമിച്ചിട്ടുമില്ല. പിന്നെ ഈ പറയണ മാതിരി നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് ശരി ഇനി ചെയ്യരുത്, ഇനി പടങ്ങളൊന്നും ചെയ്യരുത്, ഇനി ഇങ്ങനത്തെ ക്യാരക്ടർ വന്നാലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുക തന്നെ വേണ്ടേ. എന്ന് വെച്ചാൽ കുറേ ഗ്യാപ്പായി പോകുന്നു. അപ്പോൾ ശരി ഓക്കെ, ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ഒന്ന് നിന്ന് ഇരിക്കണമെന്ന് വെച്ചാൽ പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ഇനിയും സമയമുണ്ട് ചെയ്യാൻ. ചിലപ്പോൾ മേ ബി വളരെ ഹെൽപ്പാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡും ശരി എൻ്റെ വീട്ടുകാരും ശരി. ഇപ്പോഴും എൻ്റെ ജോലിക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അവർ വരുത്തിയിട്ടില്ല. ഞാനായിട്ട് ചിലപ്പോൾ പറയും പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ, എന്നാലും ചിലപ്പോൾ നല്ല ക്യാരക്ടറാണ് നല്ലതാണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയാനുള്ള ഒരു കുടുംബ മെമ്പേഴ്സാണ് എനിക്ക്. എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ട്. അതൊരു ഇതുമില്ല. അതാണ് സത്യം. അതാണ് എല്ലാവരും പറയും ഇങ്ങനെ ഒന്ന് പോയി സബിത എന്താണ് അപ്രോച്ച് ചെയ്തൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്കതെന്തോ ഒരു കുറവായിട്ടല്ല ഞാൻ ഫീൽ ചെയ്യണത്. നല്ല ക്യാരക്ടറാണെങ്കിൽ അവർ വിളിക്കുമല്ലോ. ഇപ്പം എനിക്കുള്ള ക്യാരക്ടറാണെങ്കിൽ അവർ വിളിക്കുമല്ലോ. പിന്നെ ഞാൻ ഈ കൂടുതൽ ഈ
എന്താ പറയുക, വിധി എന്ന് പറയുന്ന ഒരു ഇതിൽ ഞാൻ വിശ്വസിക്കുന്നവളാണ്. എനിക്കിപ്പോൾ ഇതുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യണമെന്ന് അത് ദൈവനിശ്ചയമാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അല്ലാതെ വിളിച്ചു ഒരാളെ ഒരു ഇത് പറഞ്ഞ് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഞാൻ കുറെ കോംപ്രമൈസിന് ഞാൻ ഇടയാവേണ്ടി വരും. എന്താ കോംപ്രമൈസ് എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ അവരുടെ റെമ്യൂണറേഷൻ എനിക്ക് ചിലപ്പോൾ ആ ചേച്ചിയല്ലേ വിളിച്ചു ചോദിച്ചത്, അപ്പൊ ചേച്ചി ഈ ഇതിനൊന്ന് കോംപ്രമൈസ് ഇതൊന്ന് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ആ ചേച്ചിയല്ലേ ചോദിച്ചത്, അപ്പൊ ഈ റോൾ ഇങ്ങനെയുണ്ട്, ചേച്ചി ചോദിച്ച കാരണം കൊണ്ട് ഞങ്ങൾ ഈ റോള് തന്നു. അല്ലാണ്ട് ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ ചേച്ചി വിളിച്ചപ്പോൾ ഈ റോള് ഒന്ന്, അപ്പൊ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടാവില്ല. ഇതാണ് ഞാൻ കോംപ്രമൈസ് എന്ന് പറയണതിന്റെ കാര്യം. പക്ഷെ ചില പത്രക്കാർ വന്നിട്ട് ഞാൻ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിൽ അവർ യൂസ് ചെയ്തിട്ട് അത് എനിക്ക് വളരെ ഹേർട്ട് ചെയ്ത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പത്രത്തിലുണ്ടായിരുന്നു, ഞാൻ എന്താ പറയാ, ജീവിതം നഷ്ടപ്പെടുത്തി സബിതയ്ക്ക് സിനിമ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ആ മീനിങ് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എന്തുകൊണ്ടിട്ടാണ് ഞാൻ അതാ ചോദിച്ചത്. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ജോലി എന്നും പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ ഇരിക്കുന്നു. എന്നെ പിടിച്ച് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്, എന്തുകൊണ്ടിട്ട് അല്ല ചേച്ചി അത് കോംപ്രമൈസിന് തയ്യാറല്ല. ഇനി എന്ത് കോംപ്രമൈസ് ഇതിൽ ഞാൻ പറഞ്ഞ രീതി എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോംപ്രമൈസാണ്. ഇപ്പൊ ഞാൻ വിളിച്ച് ചോദിക്കുന്നു, അയ്യോ ചേച്ചി സബിത വിളിച്ച് ചോദിച്ചല്ലോ, ശരി എന്തെങ്കിലും ഒരു റോള് കൊടുക്കുക, ശരി പെട്ടെന്ന് ഒരു റോൾ. അപ്പോൾ എനിക്കത് താല്പര്യം ഉണ്ടാവില്ല. ആ റോള് ചെറിയ റോളായിരിക്കും, ചുമ്മാ നിന്ന് പോകുന്ന റോളായിരിക്കും. അതാണ് കോംപ്രമൈസിന്റെ അർത്ഥം. അതാണ് ഞാൻ ഫീൽ ചെയ്തത്. ഇവരെന്താ വിചാരിക്കും, സബിത കോംപ്രമൈസിന് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് വേറെ മാതിരി ഒരു അർത്ഥത്തിൽ തിരിച്ച് അതെനിക്ക് വളരെ ഹേർട്ട് ചെയ്തു. ഇപ്പൊ ഈ സമയത്ത് എനിക്ക് ആ ഒരു ഇത് ഇന്റർവ്യൂ എനിക്ക് പഠിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ വിനോദയാത്ര, മായാ ബസാർ, മമ്മൂക്കയുടെ പരുന്ത്, ഇപ്പൊ ഇങ്ങനത്തെ ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്യുന്ന കുറച്ച് അപ്കമിങ് വരുമ്പോഴെന്തെങ്കിലും ഒരു ഇത് ഇടുന്ന പോലെയല്ലേ എനിക്ക് തോന്നുന്നത്. എന്തിനാ അത് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടത്. കിട്ടും തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. അത് ഞാൻ ചെയ്തിട്ട് പോവും. അത് എന്നിട്ട് മലയാളത്തിൽ എന്താ വെച്ചാൽ തമിഴിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്, മദ്രാസിലുണ്ട്. ഞാൻ തമിഴത്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലില്ല. എനിക്ക് എൻ്റെ വീടാണത്. മലയാളം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ എന്ത് വേണമെങ്കിലും വഴക്കിട്ടിട്ടെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ ഉണ്ടാവും, എൻ്റെ അമ്മ ഉണ്ടാവും. എനിക്കിത് വേണം അത് വേണമെന്ന് പറഞ്ഞ് എനിക്കത് ഞാൻ പറയട്ടെ, ഞാനിപ്പോഴും മലയാളത്തിൽ ഞാൻ മലയാളം ചെയ്യുമ്പോൾ എനിക്ക് ഒരു പുറത്ത് ഞാൻ ചെയ്യണ പോലെ എനിക്ക് തോന്നിട്ടില്ല. ഏത് ലൊക്കേഷനിൽ പോയാലും. ഇപ്പോൾ ഞാൻ ആഴക്കടൽ എന്നൊരു പടം ഞാൻ ചെയ്തു. അപ്പോഴും എനിക്കെന്തോ ഒരു വളരെ പ്രൗഡായിരുന്നു. എനിക്ക് അവിടെ പോകാൻ എനിക്ക് നമ്മളെ നാട്, നമ്മളെ സ്ഥലം, നമ്മളെ ആൾക്കാർ എന്നുള്ള ഒരു ഇത് എനിക്ക് കൂടുതലാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ എന്തെങ്കിലും അത് ചെയ്തിട്ടേ പോവുള്ളൂ. അതെനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ്. ഞാൻ വിളിക്കണ്ട, ഞാൻ ആരെയും വിളിക്കും. ഇപ്പോഴും പറയും, ഞാൻ ആരെയും വിളിക്കില്ല. എനിക്ക് താനെ വരും. അതെനിക്ക് വിശ്വാസമുണ്ട്.